ഓക്കെ, നമുക്കിപ്പോൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻ. സോ നമ്മൾ 20 ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത്. 20 ക്വസ്റ്റനും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൊഡ്യൂൾ 3 AMVയുടെ പഴയ സിലബസിലെ മൊഡ്യൂൾ 3 ആണ് എടുത്തിരിക്കുന്നത്. തെർമോഡൈനാമിക്സ്, IC എഞ്ചിൻ, ദെൻ കംപ്രസർ, 3 പാർട്ടിൽ നിന്ന് ക്വസ്റ്റൻ എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മാക്സിമം സ്പീഡിൽ ആൻസർ ചെയ്യാൻ നോക്കുക. ബിക്കോസ് സ്പീഡിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് ഒരേ മാർക്ക് കിട്ടിയെങ്കിലും സ്പീഡിനനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം? സോ 15 സെക്കൻഡ് ആണ് ഞാൻ ടൈം തന്നിരിക്കുന്നത്. Extensive property of a thermodynamic system. Okay, volume ആണ് correct answer. So ബാക്കിയെല്ലാം intensive property ആണ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിസ്റ്റത്തിന്റെ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ആയിരിക്കും സിസ്റ്റത്തിന്റെ. എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി. സോ ഇതൊക്കെയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ. ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിപെൻഡിങ് അപ്പോൺ ദ മാസ് ആയിരിക്കും. സോ അതിന്റെ എക്സാമ്പിൾ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, വോളിയം ഒക്കെയാണ്. സോ ക്ലാസ്സിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സ്പെസിഫിക് പ്രോപ്പർട്ടീസ് വരുമ്പോൾ സ്പെസിഫിക് എൻതാൽപ്പി, എൻട്രോപ്പി എന്നൊക്കെ പറയുന്നതും ഇന്റൻസീവ് പ്രോപ്പർട്ടി തന്നെയാണ്. സോ നോക്കി ആൻസർ ചെയ്യുക. യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is correct? So statement ഒക്കെ വായിച്ചു നോക്കുക. The heat and work are boundary phenomenon. Heat and work represent the energy crossing the boundary of system. Heat and work are path function. All of the above. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ. ബാക്കി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഹീറ്റും വർക്കും ബൗണ്ടറി ഫിനോമിനൻ തന്നെയാണ്. അത് ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നടക്കുമ്പോൾ മാത്രമേ അത് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ അത് ബൗണ്ടറിനെ ക്രോസ് ചെയ്യും. അതുപോലെ തന്നെ രണ്ടും പാത്ത് ഫംഗ്ഷൻ ആണ്, പോയിന്റ് ഫംഗ്ഷൻസ് അല്ല. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും അതിന്റെ വാല്യൂസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A system and its environment put together constitute an adiabatic system, an isolated system, a segregated system, a homogeneous system. System environment കൂടെ ഒരുമിച്ച് ചേർന്നാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐസൊലേറ്റഡ് സിസ്റ്റം തന്നെയാണ്. സിസ്റ്റവും അതിന്റെ എൻവയോൺമെന്റ് കൂടെ ചേർന്നത് കഴിഞ്ഞാൽ അത് ഐസൊലേറ്റഡ് സിസ്റ്റം തന്നെയാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ എക്സാമ്പിൾ പറയുന്നതാണ് യൂണിവേഴ്സ് ഒക്കെ. ഫൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. The molecular weight expressed in gram, that is 1 gram mole of all gases at NTP occupies a volume of 29.27 liter, 22.4 liter, 22.4 meter cube, 84.8 liter. ഓക്കെ, മെജോറിറ്റിയുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. 22.4 ലിറ്റർ ആണ്. ബിക്കോസ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഗ്രാമിലാണ്. മോളിക്കുലർ വെയിറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. കിലോഗ്രാം വരുമ്പോൾ മാത്രമാണ് നമുക്ക് മീറ്റർ ക്യൂബിൽ വരുന്നത്. 22.4 ലിറ്ററും 22.4 മീറ്റർ ക്യൂബും അതുകൊണ്ട് തന്നെ കൺഫ്യൂസിംഗ് ആണ്. സോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ക്ലാസ് എടുത്തപ്പോൾ. തന്നിരിക്കുന്ന മോളിക്കുലർ വെയിറ്റ് ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിറ്ററിലായിരിക്കും 22.4 ലിറ്റർ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കിലോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ മീറ്റർ ക്യൂബിലായിരിക്കും വരുന്നത്. സോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതാണ്. And your question number 5. P raised to n is a constant. It is a relation for polytropic process. If n equal to 0, then the process become
n 0 ആയി കഴിഞ്ഞാൽ PV/Nൽ n 0 ആയി കഴിഞ്ഞാൽ പ്രോസസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയം ആണോ, ത്രോട്ടിലിംഗ് ആണോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണോ, കോൺസ്റ്റന്റ് പ്രഷർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ മെജോറിറ്റിയുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും വരിക. നമ്മള് PV/Nൽ n 0 ആയി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ആണ് വരുന്നത്. ഇതാണ് ഒരു എക്സ്പാൻഷൻ പ്രോസസ് ആണ്. ഒരു ഗ്യാസ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഫിഗർ ആണ്. ഇത് ഓൾറെഡി ക്ലാസ് എടുത്തപ്പോൾ കാണിച്ചാണ്. കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ n 0 ആവും. ഐസോതെർമൽ ആകുമ്പോൾ n = 1 ആയിരിക്കും. പോളിട്രോപ്പിക് എന്ന് പറയുന്നത് n 1നും 1.4നും ഇടയിലുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ n 1.4 ആയിരിക്കും വരിക. ഓക്കെ, n ഇൻഫിനിറ്റി ആകുമ്പോൾ അത് ഐസോകോറിക് പ്രോസസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയിരിക്കും. നമുക്ക് ഇതുവരെയുള്ള ഒരു ഓക്കെ, സോ ഇതുവരെയുള്ള സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ, സോണറ്റ് റിനിൽ നിങ്ങൾക്ക് കാണാതിരിക്കും. സോ ഫാസ്റ്റസ്റ്റ് ആണ് സോണറ്റ്, കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും റിനിലും സോണറ്റൊക്കെ സെയിം ആൻസർ തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ കൂടുതൽ സ്പീഡിൽ ചെയ്യുന്നത് കൊണ്ടാണ് സോണറ്റ് ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, ഫൈൻ, കീപ് ഗോയിങ്. Question number 6. Kelvin Planck's law deals with. So Kelvin Planck's law എന്താണ് ഡീൽ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺസർവേഷൻ ഓഫ് വർക്ക്, കൺസർവേഷൻ ഓഫ് ഹീറ്റ്, കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻടു വർക്ക്, കൺവേർഷൻ ഓഫ് വർക്ക് ഇൻടു ഹീറ്റ്. ഓക്കെ, സോ കെൽവിൻ പ്ലാങ്ക് പറയുന്നത് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് ആണ്. ഒരു ഹീറ്റ് എഞ്ചിന് മാക്സിമം എഫിഷ്യൻസി എങ്ങനെ പോയാലും നമുക്ക് 100 എത്തില്ല എന്നുള്ളത് തന്നെയാണ് കെൽവിൻ പ്ലാങ്ക് പറയുന്നത്. സോ ലോ ഗ്രേഡ് എനർജീനെ ഹൈ ഗ്രേഡ് എനർജി, അതായത് ഹീറ്റ് എനർജീനെ വർക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്, മാക്സിമം പോസിബിൾ എഫിഷ്യൻസിയുടെ കാര്യമൊക്കെയാണ്. അല്ലെങ്കിൽ പെർപെച്വൽ മോഷൻ കൈൻഡ് ഓഫ് 2 ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കെൽവിൻസ് പ്ലാങ്ക്. സോ അത് വാക്കുകൾ ശ്രദ്ധിക്കണം, കൺസർവേഷനും കൺവേർഷനും ഒന്നും മാറിപ്പോകരുത്. കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് ആണ് കെൽവിൻസ് പ്ലാങ്ക് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. Work output from a system is at the expense of internal energy in a non-flow process carried out at a constant pressure, at a constant volume, adiabatically, polytropically. സോ വർക്ക് ഔട്ട്പുട്ടും ഇന്റേണൽ എനർജിയും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് ഒരു പ്രോസസ്സിൽ. അത് ഏത് നോൺ ഫ്ലോ പ്രോസസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സ് വരുമ്പോഴാണ്, അതായത് നമ്മളുടെ ജനറൽ ഇക്വേഷൻ Q = du + W. ഇതിനകത്ത് അഡിയബാറ്റിക് പ്രോസസ്സ് വരുമ്പോൾ എന്താണ്, Q എന്ന് പറയുന്നത് 0 ആണ്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. സോ W = du ആയിരിക്കും. അതായത് ഇന്റേണൽ എനർജി കാരണമായിരിക്കും വർക്ക് കിട്ടുന്നത്. ഇന്റേണൽ എനർജിനെ കൺസ്യൂം ചെയ്തിട്ടായിരിക്കും വർക്ക് കിട്ടുന്നത്. സോ അഡിയബാറ്റിക് പ്രോസസ് ആയിരിക്കും നമ്മളുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8. For a perfect gas according to Boyle's law, PV = constant and T kept constant, V/T is equal to constant when if P is kept constant, P/T is constant when V is kept constant, and T/P = constant if V is kept constant. Boyle's law ആണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. ഓക്കെ, മെജോറിറ്റിയുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. ബോയിൽസ് ലോ. ഞാൻ ബലൂണിന്റെ കേസൊക്കെ ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. ബലൂൺ സ്ക്വീസ് ചെയ്യുമ്പോൾ, അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. P1 V1 = P2 V2. അതാണ് ബോയിൽസ് ലോയുടെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. The coordinates to describe the state of a system is called. The coordinates to describe the state of a system is called cycle, property, path, process. ഓക്കെ, മെജോറിറ്റിയുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. പ്രോപ്പർട്ടി ആണ്. അതിനെ പറഞ്ഞിരുന്ന ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്, അതിന്റെ ഒരു കണ്ടീഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ എന്ന് പറയുകയാണ്. 20 ഡിഗ്രി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആ സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോയിന്റ് ഫംഗ്ഷൻ ആയിരിക്കും. സോ പോയിന്റ് ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ,
most efficient air standard cycle. Carnot cycle, Otto cycle, diesel cycle, and Joule cycle. Most efficient air standard cycle. യെസ്, കാർനോട്ട് സൈക്കിൾ ആണ്. ഇത് തെറ്റിക്കുന്നവര് മനസ്സിലാവുന്നില്ല. കാർനോട്ട് സൈക്കിൾ ആയിരിക്കും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലിമിറ്റിൽ ഇടയിൽ വർക്ക് ചെയ്ത ഏതൊരു എഞ്ചിൻ, ഏതൊരു സൈക്കിളിൽ വർക്ക് ചെയ്താലും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി വരുന്നത് കാർനോട്ട് സൈക്കിളിൽ തന്നെ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. സോ ഇത് തെറ്റിച്ചവര് എങ്ങനെയാ തെറ്റിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ലീഡർ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും. ചേഞ്ച് ഓക്കെ, ചേഞ്ച് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. റിനില് കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരും മോശം പോയിന്റ് ഒന്നും അല്ല, ഫൈൻ. ശരത്താണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11. A heat pump operating between two reservoirs has a COP of 6. COP 6 ആണ്. ഹീറ്റ് പമ്പ് ആണ്. അതായത് COP has a refrigerator operating between the same temperature. സോ ഒരു ഹീറ്റ് പമ്പിന് COP 6 ആണ്. അത് റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്താൽ സെയിം ടെമ്പറേച്ചറിൽ അതിന്റെ COP എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, മെജോറിറ്റിയുടെ ആൻസർ കറക്റ്റ് ആണ്. സോ സിമ്പിൾ ഇക്വേഷൻ ആണ്. റെഫ്രിജറേറ്ററിന്റെ COPയോട് കൂടി 1 കൂട്ടുമ്പോഴാണ് ഹീറ്റ് പമ്പിന്റെ COP കിട്ടുന്നത്. സോ ഇത് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 എന്നുള്ള ആൻസർ കിട്ടും. The more effective way of increasing the efficiency of a Carnot engine is to increase high temperature, decrease high temperature, increase low temperature, decrease low temperature. Okay, മോർ എഫക്റ്റീവ് എന്ന് ക്ലെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇക്വേഷൻ അറിയായിരിക്കും, നിങ്ങൾക്ക് 1 - T2/T1 എന്ന് പറയുന്ന ഇക്വേഷൻ അറിയായിരിക്കും. അപ്പോൾ അതിനകത്ത് T2/T1 ആ ടേം കുറച്ചാൽ മതി. നമുക്ക് അതിനെ ഒന്നുകിൽ നമുക്ക് T1 കൂട്ടാം അല്ലെങ്കിൽ T2 കുറയ്ക്കാം. ബട്ട് മോർ എഫക്റ്റീവ് വേ എപ്പോഴും T2 കുറയ്ക്കുന്നതായിരിക്കും, ലോ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ് എടുത്തപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിന്റ് നോട്ട് ചെയ്യണമെന്ന്. രണ്ടും ആൻസർ ഇത് വരും, പക്ഷേ രണ്ട് T1 കൂട്ടിയാലും T2 കുറച്ചാലും നമുക്ക് എഫിഷ്യൻസി കൂട്ടാം. ബട്ട് മോർ എഫക്റ്റീവ് ഈസ് ഓൾവേസ് ഡിക്രീസിംഗ് ദ ലോവർ ടെമ്പറേച്ചർ. Volumetric efficiency is the ratio of volume of charge admitted at NTP to sept volume, total volume to the clearance volume, sept volume to clearance volume, none of the above. ഒരു കംപ്രസറിന്റെ കേസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ IC എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, പ്രശ്നമില്ല. യെസ്, കറക്റ്റ് തന്നെയാണ് മെജോറിറ്റിയുടെ ആൻസർ. വോളിയം ഓഫ് ചാർജ് അഡ്മിറ്റഡ് അറ്റ് NTP, നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ചാർജിനെ NTP മാറ്റിയിട്ട് സെപ്റ്റ് വോളിയം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. സോ അത് തന്നെയാണ്. ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം എന്താണ്? കംപ്രഷൻ റേഷ്യോ ആണ്. The function of an intercooler in multi-stage compressor to increase the quantity of air delivered, to make compression polytropic, to protect compressor component from overheating, to cool the air and minimize the work of compression. ഓക്കെ, എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റിയുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. എയറിനെ കൂൾ ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ സ്റ്റേജസിൽ കൂൾ ചെയ്തിട്ട് ഒരു ഐസോ തെർമൽ കംപ്രഷൻ, അതായത് വർക്ക് ഡൺ മാക്സിമം കുറയ്ക്കാൻ പറ്റും. നമ്മൾ വർക്ക് അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആണ് ഇന്റർകൂളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. The ratio of work done per cycle to the stroke volume of the compressor is known as the ratio of work done per cycle to the stroke volume. ഒരു കംപ്രസറിന്റെ കേസിൽ റേഷ്യോ ഓഫ് വർക്ക് ഡൺ പെർ സൈക്കിൾ ടു ദ സ്ട്രോക്ക് വോളിയം. കംപ്രസർ ഏതായിരുന്നു? ഓക്കെ,
മീൻ എഫക്റ്റീവ് പ്രഷർ തന്നെയാണ്. എഫിഷ്യൻസിയോ അല്ലെങ്കിൽ കപ്പാസിറ്റിയോ കംപ്രഷൻ റേഷ്യോ ഒന്നും അല്ല, വർക്ക് ഡൺ ടു ദ സ്ട്രോക്ക് വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ആ ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ മീൻ എഫക്റ്റീവ് പ്രഷർ ആണ് റൈറ്റ് ആൻസർ. സോ നമുക്കൊന്ന് ലീഡർ ബോർഡ് ചെക്ക് ചെയ്യാം, ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ചേഞ്ച് വന്നിട്ടുണ്ട്. സോണറ്റ് പിന്നെ ഫ്രണ്ടിലായിട്ടുണ്ട്. ശരത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ശരത് ചന്ദ്രൻ. ഓക്കെ, ഗുഡ്, കീപ് ഗോയിങ്. നമുക്കൊരു 5 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16. വാൽവ് ഓവർലാപ്പ് ഇൻ ഡിഗ്രീസ് ഫോർ എ ടിപ്പിക്കൽ 4-stroke പെട്രോൾ എഞ്ചിൻ. ഒരു 4-stroke പെട്രോൾ എഞ്ചിൻ, ടിപ്പിക്കൽ 4-stroke പെട്രോൾ എഞ്ചിന്റെ വാൽവ് ഓവർലാപ്പ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ഡിഗ്രീസിലാണ്. ഓക്കെ, മെജോറിറ്റിയുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. 20 to 40 ആണ് വാൽവ് ഓവർലാപ്പ് വരുന്നത്. വാൽവ് ഓവർലാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി 2 വാൽവും അറ്റ് എ ടൈമിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഒരു 4-stroke എഞ്ചിന്റെ കേസിൽ, പെട്രോൾ എഞ്ചിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ട് വാൽവ് 10 to 30 ഡിഗ്രി ബിഫോർ TDC ആണ് ഓപ്പൺ ആവുന്നത്. ദെൻ ക്ലോസ് ആവുന്നത് 30 to 60 ഡിഗ്രി ആഫ്റ്റർ BDC ആണ്. ദെൻ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 30 to 40 ബിഫോർ TDC, പിസ്റ്റൺ TDC എത്തുന്നതിന് മുന്നെയാണ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സോസ്റ്റ് വാൽവ് 30 to 60 ഡിഗ്രി ബിഫോർ BDC ഓപ്പൺ ആവും. സോ EV ക്ലോസസ് 10 ആഫ്റ്റർ TDC. സോ മാക്സിമം EV ക്ലോസ് ചെയ്യുന്നത്, അതായത് TDC കഴിഞ്ഞിട്ട് 10 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ IV 30 ഡിഗ്രി ബിഫോർ TDC വരെ ഓപ്പൺ ആയിട്ടുണ്ടാവും. സോ അതിങ്ങനെ വാൽവ് ഓവർലാപ്പ് നോക്കുമ്പോഴാണ് നമുക്ക് 40 എന്ന് പറയുന്ന ഒരു വാല്യൂ 20 to 40 വരെ കിട്ടുന്നത്. ഓക്കെ, വാൽവ് ഓവർലാപ്പ് എന്ന് പറയുന്നത് അതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of the indicated thermal efficiency to the corresponding air standard efficiency is called. Indicated thermal efficiency to the corresponding air standard efficiency. Net efficiency, efficiency ratio, relative efficiency, overall efficiency. ഓക്കെ, റിലേറ്റീവ് എഫിഷ്യൻസി തന്നെയാണ്. ഓരോ പർട്ടിക്കുലർ സൈക്കിളിന്, ഇപ്പോൾ ബ്രൈറ്റൺ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ എറിക്സൺ ആണെങ്കിലും സ്റ്റെർലിംഗ് ആണെങ്കിലും അതിനൊരു തെർമൽ എഫിഷ്യൻസി ഉണ്ടാവും. അത് നമ്മൾ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് എയർ മീഡിയം ആയിട്ടുള്ള ആ ഒരു അതിന്റെ എഫിഷ്യൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിലേറ്റീവ് എഫിഷ്യൻസി തന്നെയാണ്. സോ ക്ലാസ് എടുത്തപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. For the same size and weight, a 2-stroke engine compared as 4-stroke engine will generate power. സെയിം സൈസും വെയിറ്റും ഉള്ള ഒരു 2-stroke എഞ്ചിൻ 4-stroke എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുക. പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിലാണ് കമ്പയർ ചെയ്യുന്നത്. കമ്പാരിസൺ ശ്രദ്ധിക്കണം. എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ട്വൈസ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ ട്വൈസ് ആണെന്നുണ്ടെങ്കിലും അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അബൌട്ട് 1.7 to 1.8 ടൈംസ് ആണ്. സോ അത് മാറിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് ഞാൻ അടുത്തടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ക്ലാസ് ഓർത്തിരിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ 1.7 എന്നുള്ളൊരു ആൻസർ ആയിട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. ഗുഡ്. അപ്പോൾ പെർഫോമൻസ് ഓഫ് IC എഞ്ചിൻ ഫ്രം യുവർ മൈൻഡ്, നിങ്ങളുടെ, ഞാൻ ജസ്റ്റ് ഇതൊരു ഇത് ഇട്ടേക്കണെയാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുണ്ടാവും നിങ്ങളുടെ ഇപ്പോ ഫ്രണ്ടില് മൊബൈലിലാണെന്നുണ്ടെങ്കിൽ. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിട്ട് പെട്ടെന്ന് വരുന്നത് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വിടുക. IC എഞ്ചിന്റെ പെർഫോമൻസ് ടോപ്പിക് നമ്മൾ എടുത്തതാണ്. സോ നിങ്ങൾക്ക് പെർഫോമൻസ് എന്ന ആ വേർഡ് കേൾക്കുമ്പോൾ, പെർഫോമൻസ് ഓഫ് IC എഞ്ചിൻ എന്ന വേർഡ് കേൾക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡിട്ട് വരുന്ന എന്തെങ്കിലും 2-3 ഫാക്ടറുകൾ. യെസ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം, DSP. നമുക്ക് 2 റെസ്പോൺസേ കിട്ടിയുള്ളൂ. ഓക്കെ, ഫൈൻ. എഫിഷ്യൻസി. ക്ലാസ് എടുത്തത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടറുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോന്നിന്റെയും SFCക്കാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ, ഇൻഡിക്കേറ്റർ ഡയഗ്രാം, നമ്മൾ ഇൻഡിക്കേറ്റർ എഫിഷ്യൻസി, ബ്രേക്ക് പവർ, ഇൻഡിക്കേറ്റഡ് പവർ, ദെൻ ഗ്രാഫ്, അതിന്റെ പെർഫോമൻസ് കർവ്. സോ ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. ഫൈൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19.
In a reciprocating air compressor, the clearance ratio is given by clearance ratio. Total volume of cylinder to sept volume of cylinder divided by clearance volume divided by sept volume, clearance volume divided by total volume. Okay. 5 പേര് ആൻസർ ചെയ്തിരിക്കണം. മെജോറിറ്റിയുടെ ആൻസർ ഇപ്പോഴും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഗുഡ്. ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ സെപ്റ്റ് വോളിയം, ആ ചെറിയ സ്മോൾ ലെറ്റർ കെ ഡിനോട്ട് ചെയ്യണത്. സോ ഇക്വേഷൻസ്, എഫിഷ്യൻസി ഇക്വേഷൻ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, വോളിയോമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണം. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ mechanical efficiency of a reciprocating air compressor is the ratio of mechanical efficiency of a reciprocating air compressor. Isothermal power by indicated power, isothermal power by brake power, indicated power of the compressor divided by brake power of the engine, IP of compressor divided by IP of prime mover. Okay. വളരെ കറക്റ്റ് ആയിട്ട് തന്നെ 7 പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് വൺ ഐ പി ഓഫ് കംപ്രസർ ബൈ ഐ പി ഓഫ് പ്രൈം മൂവർ എന്ന് പറയുന്നത് ഓവറോൾ എഫിഷ്യൻസി ആണ്. ഫസ്റ്റ് വൺ ഐസോതെർമൽ പവർ ബൈ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് ഐസോതെർമൽ എഫിഷ്യൻസി ആണ്. ദെൻ ഓക്കെ, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ദ കംപ്രസർ അതായിരിക്കും എപ്പോഴും കുറവ്, ബിക്കോസ് നമ്മൾ എഞ്ചിൻ വെച്ചിട്ടാണ് കംപ്രസർ റൺ ചെയ്യുന്നത്. അതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫൈനലി ലീഡർ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, സോണറ്റ് മാത്യൂസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോ സോണറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കൺഗ്രാജുലേഷൻസ്. ബാക്കിയുള്ളവരും നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയൊക്കെ തെറ്റിപ്പോയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഞാൻ എനിക്ക് തോന്നുന്നു 10+ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ AMVയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അതായത് ലാസ്റ്റ് ടൈം നടന്ന AMVയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക, വേറെ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇടൊന്നും ഞാൻ പോയിട്ടില്ല. ഓക്കെ, സോ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ MCQ സെഷനിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നത്. സോ എനിവേ കൺഗ്രാജുലേഷൻസ് സോണറ്റിന്. ബാക്കിയുള്ളവർ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഫൈൻ. സോ നിങ്ങളുടെ ഫോൾട്ട് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട്, എവിടെയൊക്കെയാണ് വീക്കർ സെക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോ ഇനിയിപ്പോൾ 20 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ. സോ 20 ക്വസ്റ്റ്യൻ കൊണ്ട് തീർന്നു. നമുക്ക് ഇനി ഈ മൊഡ്യൂൾ തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തത് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യണം. സോ നിങ്ങൾ ടാബ് മാറ്റിയിട്ട് നമ്മളുടെ ഇതായിട്ട് വന്നാൽ മതി, സൂമിയിട്ട് വന്നാൽ മതി. ഓക്കെ, ഓക്കെ. സോ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കണോ? നമ്മളുടെ പാർട്ടിസിപ്പൻസ് ആരും പോയിട്ടില്ല എന്ന് തോന്നണം. ഫൈൻ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഡ്രില്ലിംഗ് ആയിരുന്നു. സോ ഡ്രില്ലിങ്ങിന്റെ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ തീരാനുള്ള ഒരു കുറച്ച് പോയിന്റും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. സോ ഇന്ന് എടുക്കാൻ പോകുന്ന ഡ്രില്ലിംഗ് ഓപ്പറേഷൻസും ടൈപ്സ് ഓഫ് ഡ്രിൽസും ആണ് മെയിൻ ആയിട്ട് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ പറയാണ്ട് പോയ ഒരു ടോപ്പിക് ആണ്. സോ സൈസ് ഓഫ് എ ഡ്രില്ലിംഗ് മെഷീൻ. സോ ഒരു ഡ്രില്ലിംഗ് മെഷീന്റെ സൈസ് നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. സോ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, നമ്മൾ വീട്ടിലൊക്കെ ഡ്രിൽ ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡയമീറ്റർ, മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ. സോ അതിനെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീന് അതിന്റെ സൈസ് പറയുന്നത്. ഇനി സെൻസിറ്റീവ് ആൻഡ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ലാർജസ്റ്റ് വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി സെന്റേഡ്. സോ ഒരു റൗണ്ട് വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പൊ അതിന്റെ ഡയമീറ്റർ ആയിരിക്കും വെച്ചിട്ടായിരിക്കും നമ്മൾ സെൻസിറ്റീവും അപ്രൈറ്റും പറയുന്നത്. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ ആം ആൻഡ് ഡയമീറ്റർ ഓഫ് കോളം. സോ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീന്റെ ആമിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ഓർക്കുണ്ടാവും, ആരെങ്കിലും ഓർക്കുന്നുണ്ടാവും. എന്തായിരുന്നു റേഡിയൽ ഡ്രില്ലിംഗ് മെഷീന്റെ ആമിന്റെ പ്രത്യേകത? സോ ചാറ്റിൽ പറഞ്ഞാൽ മതി. ലാസ്റ്റ് ക്ലാസ് കേട്ടോ ഓർത്തിരിക്കണ്ടോ എന്നറിയാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ്, വേറെ ഒന്നുമല്ല. യെസ്, 360 ഡിഗ്രി റൊട്ടേഷൻ വളരെ കറക്റ്റ് ആണ്.
360 ഡിഗ്രി സ്വങ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആയിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫൈൻ, ഗുഡ്. സോ ഈ തന്നിരിക്കുന്ന ഫിഗറുകളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഡ്രിൽ ചെക്ക് ആണ്. ഡ്രിൽ ചെക്ക് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ടേപ്പർ ഷാങ്ക് സ്ട്രെയിറ്റ് ഡ്രില്ലുകൾ സാധാരണ രീതിയിൽ സ്ട്രെയിറ്റ് ഷാങ്ക്, പാരൽ ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ സാധാരണ രീതിയിൽ ഹോൾഡ് ആണ് നമ്മൾ ലെയ്ത്തിൽ സെന്ററിങ് ചെയ്തപ്പോൾ ഈ ഡ്രിൽ ചെക്ക് നമ്മുടെ ടെയിൽ സ്റ്റോക്കിന്റെ ഡെഡ് സെന്റർ മാറ്റിയിട്ട് ഫിറ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. ദെൻ ഇവിടെ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് കാണിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് കാണിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് എന്താണെന്ന് സ്ഥിരം ചോദിക്കുക. അല്ലെങ്കിൽ ഓക്കെ, ടേപ്പർ ഷാങ്ക് ഡ്രില്ല്, ഒരു ഡ്രില്ല് നമ്മൾ സ്പിൻഡിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ യൂസ് ചെയ്യുന്ന ടൂള് എന്താന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ആൻസർ ഇതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ. കണ്ടിട്ടില്ലാത്തവർ എഴുതി വെച്ചേക്കുക. അതായത് ടേപ്പർ ഷാങ്ക് ഡ്രില്ല് സ്പിൻഡിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ, റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ് ഡ്രിഫ്റ്റ്. ഓർത്ത് വെക്കുക. അറിയാവുന്നവര് ഓക്കെ നോട്ട് ചെയ്യണമെന്നില്ല, അറിയില്ലാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ടൂളാണ് ടേപ്പർ ഷാങ്ക് ഡ്രില്ല് നമ്മൾ സ്പിൻഡിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ, റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫൈൻ. ഇനി വേറെ രണ്ട് ടൂൾ ഹോൾഡേഴ്സ് ആണ് സ്ലീവും സോക്കറ്റും. സോ സ്ലീവ് എന്താന്ന് വെച്ചാല് നമ്മളുടെ സ്പിൻഡിലിനകത്ത് ടേപ്പർ ഉണ്ടാവും അറിയാലോ. അതായത് നമ്മൾ സ്പിൻഡിൽ എന്തായാലും ടേപ്പർ ഉണ്ടാവും. സോ സ്പിൻഡിലിന്റെ ടേപ്പറിനേക്കാളും വളരെ ചെറിയ ടേപ്പർ ആണ് നമ്മളുടെ ഡ്രില്ലിനുള്ളതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് സ്ലീവ് എന്ന് പറയുന്നത്. അതായത് സ്പിൻഡിലിന്റെ ടേപ്പറിനേക്കാളും ചെറിയ ടേപ്പർ ആയിരിക്കണം, സ്മോൾ ടേപ്പർ ആയിരിക്കണം നമ്മളുടെ ഡ്രില്ലിന് വരേണ്ടത്. സോ അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യുന്നതാണ് സ്ലീവ്. സോക്കറ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ടേപ്പർ കൂടുതൽ വരുന്ന സമയത്ത്, അതായത് സ്പിൻഡിലിന്റെ ടേപ്പറിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഹൈ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്വിസ്റ്റ് ഡ്രിൽ, ടേപ്പർ ഷാങ്ക് ഡ്രില്ലിന്റെ ഷാങ്കിന്റെ ടേപ്പർ നമ്മുടെ സ്പിൻഡിലിന്റെ ടേപ്പറിനേക്കാളും കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം സോക്കറ്റിൽ കയറ്റും. സോക്കറ്റ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ ദെൻ സ്പിൻഡിലിട്ട് വെക്കുന്നത്. ഓക്കെ, സോ ഇതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്ലീവ് ടേപ്പർ കുറയുന്ന സമയത്ത് ആൻഡ് സോക്കറ്റ് ടേപ്പർ കൂടുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സുഹൈല് ഡ്രിഫ്റ്റ് ഡ്രില്ല് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുമോ? അതിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തല്ല, കൂടുതലും റിമൂവ് ചെയ്യുന്ന സമയത്ത്. മോസ്റ്റ് ടേപ്പർ ഉള്ളത് കൊണ്ട് നമ്മൾ യൂഷ്വലി ഡ്രില്ല് അങ്ങ് നേരെ പുഷ് ചെയ്യുമ്പോൾ തന്നെ ഡ്രില്ല് ലോക്ക് ആവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേണ്ടി വരില്ല. ഡ്രിഫ്റ്റ് അന്നേരം യൂസ് ചെയ്യേണ്ടി വരില്ല. യൂസ് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്ന സമയത്താണ് സാധാരണ ഗതിയിൽ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഡ്രിഫ്റ്റ് റിമൂവ്, ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരാറ്. ഡ്രിൽ ബിറ്റ് സ്പിൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾ ഏതാന്നുള്ളത്. ഡ്രില്ലിംഗ് മെഷീൻ ഓപ്പറേഷൻസ് ആണ്. സോ ഡ്രില്ലിംഗ് മെഷീനിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓപ്പറേഷൻ, ഓൾറെഡി ഈ ഓപ്പറേഷൻസ് കുറെ നമ്മൾ ലെയ്ത്ത് എടുത്തപ്പോൾ ലെയ്ത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആയിരുന്നു. സോ ഡ്രില്ലിംഗ്, റീമിംഗ്, ബോറിംഗ്, കൗണ്ടർ സിങ്കിങ്, സ്പോട്ട് ഫേസിംഗ്, ടാപ്പിംഗ്, ട്രീ പാനിങ്, ഓൾമോസ്റ്റ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണം. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് പോവാം, ആവശ്യമൊന്നുമില്ല. എല്ലാം പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട്. ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടറിക്കൽ ഹോള് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ മെത്തേഡാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. സോ ഡ്രില്ലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എൻ കട്ടിംഗ് ടൂൾ ആണ്. then does not produce accurate hole. ഡ്രില്ല് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു 10 mm ഹോള്, ഫൈൻ ഫിനിഷ് ഹോള് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് മേ ബി 9.5 വല്ലതും ഡ്രില്ല് ചെയ്തിട്ട് പിന്നെ ഫിനിഷ് ചെയ്യുന്നത് റീമർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഹോൾ എപ്പോഴും ഓവർ സൈസ്ഡ് ആയിരിക്കും. സോ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളായതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. റീമിംഗ് എന്ന് പറയുന്നത് എന്താണ്? സൈസിങ് ആൻഡ് ഫിനിഷിങ് എ ഹോൾ which is previously drilled. റീമർ വെച്ചിട്ട് നമുക്കൊരു ഹോൾ ഒറിജിനലി ഡ്രിൽ ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ഡ്രില്ല് ചെയ്തേക്കുന്ന ഡ്രിൽ വെച്ച് ഡ്രിൽ ചെയ്തേക്കുന്ന ഒരു ഹോള് എക്സാക്ട് സൈസിട്ട് ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ റീമിംഗ് ചെയ്യുന്നത്. റീമിംഗ് ചെയ്യുമ്പോൾ സ്പീഡ് വളരെ കുറവായിരിക്കും. മിക്കവാറും ആദ്യം ഡ്രില്ല് ചെയ്യുമ്പോൾ 1200 RPM ഉണ്ടെന്നുണ്ടെങ്കിൽ 600 RPM, നേരെ പകുതി RPM നമ്മൾ റീമിംഗ് ചെയ്യുക. ഓക്കെ, സോ സൈസിങ് ആൻഡ് ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ് റീമിംഗ് ചെയ്യുക. ഓക്കെ, ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻലാർജിങ് എ ഹോൾ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, എല്ലാം ഓർത്തിരിക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പെട്ടെന്ന് പോവുകയാണ്. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ വെച്ചിട്ടാണ് റീമറും ഡ്രില്ലും ട്വിസ്റ്റ് ഡ്രില്ലൊക്കെ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. ഒരു ബോറിംഗ് ടൂൾ എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. പ്രീവിയസ്ലി ഡ്രില്ല് ചെയ്തേക്കുന്ന ഒരു ഹോള് എൻലാർജ് ചെയ്യുന്നതാണ് നമ്മൾ ബോർ ചെയ്യാന്ന് പറഞ്ഞാല്. ഓക്കെ,
സാധാരണ ഇതിൽ കാസ്റ്റിങ്ങിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഹോളുകൾ നമ്മളുടെ അത് മേ ബി സിലിണ്ടർ ബോറൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. സിലിണ്ടർ ബോറിങ് നിങ്ങൾ ആ വേർഡ് തന്നെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും ബോർ ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ എഞ്ചിൻ ബോർ ചെയ്യാന്ന് പറയുന്നത്, റീബോർ ചെയ്യാന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബോറിംഗ് ആണ്. സാധാരണ ഇത് ലേത്തിലൊക്കെ വെച്ചിട്ടായിരിക്കും റീബോർ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് കൗണ്ടർ ബോറിംഗ്. കൗണ്ടർ ബോറിംഗ് എന്തായിരുന്നു? എൻലാർജിങ് ദ എൻഡ് ഓഫ് എ ഹോൾ സിലിണ്ടറിക്കലി. സോ ഒരു ഹോളിന്റെ എൻഡ് മാത്രം. ഓക്കെ, സുഹൈലിന്റെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. റീമർ സ്ലോ പ്രോസസ് ആണ്. റീമർ സ്ലോ പ്രോസസ് തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഡ്രില്ലിന്റെ പകുതി സ്പീഡിലാണ് നമ്മൾ റീമർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പകുതി സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. റീമർ സ്ലോ പ്രോസസ് തന്നെയാണ്. സോ കൗണ്ടർ ബോറിംഗ് എന്താണ്? എൻലാർജിങ് ദ എൻഡ് ഓഫ് എ ഹോൾ. ഒരു ഹോളിന്റെ എൻഡ് എൻലാർജ് ചെയ്യുന്നതിനാണ്, സിലിണ്ടറിക്കലി എൻലാർജ് ചെയ്യുന്നതിനാണ്. നമ്മളൊരു ഷോൾഡർ, ഒരു സ്ക്വയർ ഷോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ നോക്കി അറിയാം, ഒരു സ്ക്വയർ ഷോൾഡർ ആണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത്. കൗണ്ടർ ബോറിംഗ് യൂഷ്വലി നമ്മുടെ അലൻ കീ, അതായത് ഓക്കെ സോക്കറ്റ് ഹെഡ് സ്ക്രൂ, ഈ അലൻ ബോൾട്ട് അല്ലെങ്കിൽ അലൻ, അതിന് വേറൊരു പേര് പറയുന്നതാണ്. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ എഴുതി വെച്ചേക്കുക. സോക്കറ്റ് ഹെഡഡ് ബോൾട്ട്. സോക്കറ്റ് ഹെഡഡ് ബോൾട്ട്, ഇത് അലൻ ബോൾട്ടിന് തന്നെയാണ് പറയുന്നത്. സോ ഇത് അപ്പൊ അലൻ ബോൾട്ട് കണ്ടിട്ടില്ലേ, പ്രൊട്രൂഡിങ് ആയിരിക്കില്ല. സോ അത് നേരെ ഒരു ഇതിനകത്ത് താന്നായിരിക്കും ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ചിലപ്പോൾ ഈ സിലിണ്ടറിന്റെ കവറൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ കാസ്റ്റ് ചെയ്തിട്ട് ആ ഒരു സർഫസ്, ഒരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബോൾട്ട് അതിനകത്തേക്ക് ചെയ്യുന്നത്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ ബോറിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് യൂസ് ചെയ്യുന്ന ടൂളാണ് കൗണ്ടർ ബോർ. ഓക്കെ, ഡ്രില്ലിംഗ് ഓപ്പറേഷൻ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25 1/4 ആയിട്ട് കുറയും ഡ്രില്ലിങ്ങിനേക്കാളും കട്ടിംഗ് സ്പീഡ്. അതും ഓർത്ത് വെക്കുക. ഫൈൻ. ദെൻ കൗണ്ടർ സിങ്കിങ്. കൗണ്ടർ ബോറിംഗ് തന്നെ പോലുള്ള ഒരു ഓപ്പറേഷൻ ആണ്. പക്ഷെ ആദ്യം അവിടെ സ്ക്വയർ ഷോൾഡർ ആണ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടാണ് ഒരു എൻഡ് എൻലാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഒരു കോൺ ഷേപ്പ് എൻലാർജ്മെന്റ് ആയിരിക്കും ചെയ്യുക. യൂഷ്വലി ഇത് ചെയ്യുന്നത് ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ അല്ലെങ്കിൽ കൗണ്ടർ സങ്ക് റിവറ്റ് ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സർഫസിൽ ഫിക്സ് ചെയ്യാൻ നേരത്തായിട്ടായിരിക്കും കൗണ്ടർ സിങ്കിങ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വേണമെങ്കിൽ സ്പോട്ട് ഫേസിങ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ലെയ്ത്തിൽ പറഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ടായില്ല, ബിക്കോസ് ലെയ്ത്തിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അല്ല ഇത് സ്പോട്ട് ഫേസിംഗ് എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. സ്പോട്ട് ഫേസിങ്, കൗണ്ടർ ബോറിംഗ് ഒക്കെ മാറിപ്പോകരുത്, കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കണം. സ്പോട്ട് ഫേസിംഗ് എന്ന് പറയുന്നത് സ്ക്വയറിംഗ് ആൻഡ് സ്മൂത്തിങ് ദ സർഫസ് അറൌണ്ട് എ ഹോൾ. സോ ഒരു മേ ബി ഒരു ഹോൾ നമുക്കൊരു ബോൾട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രൂ ചെയ്യേണ്ട വരുമായിരിക്കും. അപ്പൊ അതിന്റെ സർഫസ് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കോൺകേവ് ഷേപ്പിലേക്കാണ് ഇരിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ഫിനിഷിംഗ് ഇല്ല. നമുക്ക് ഈ കോൺകേവ് ഷേപ്പിൽ നമ്മൾ ബോൾട്ട് അല്ലെങ്കിൽ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ് വളരെ പ്രോപ്പർ ആയിട്ട് ഇരിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ടൈറ്റ്നെസ് കിട്ടില്ല, ഫീൽ ചെയ്യില്ല. സോ ആ സമയത്ത് ആ ഒരു സർഫസ്, അതിന്റെ ഇറഗുലാരിറ്റി മാറ്റിയിട്ട് സർഫസ് വളരെ ഫ്ലാറ്റ് ആക്കിയിട്ട് വെച്ച് കഴിയുമ്പോൾ ഇനി ഒക്കെ നമ്മളുടെ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ സ്ക്രൂ ഇതിനകത്ത് ടൈറ്റ് ആവും. സോ ഈ സർഫസ് വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, എൻലാർജ് ചെയ്യോ അങ്ങനെ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്. ഈ സർഫസ് ഇറഗുലാരിറ്റീസ് ഒന്ന് മാറ്റിയിട്ട് സ്മൂത്ത് ചെയ്തൊന്ന് സ്ക്വയർ ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സ്പോട്ട് ഫേസിങ് എന്ന് പറയുന്നത്. സോ കൗണ്ടർ ബോർ പോലെ തന്നെയുള്ള ഒരു ടൂൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടൂളൊന്നും ഒരു സ്പെഷ്യൽ ടൈപ്പ് ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ കൗണ്ടർ ബോർ തന്നെ യൂസ് ചെയ്യാം. സോ പ്രൊവൈഡിങ് ദ സീറ്റ് ഫോർ എ നട്ട് ഓർ ദ ഹെഡ് ഓഫ് എ സ്ക്രൂ. സാധാരണ ആ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്പോട്ട് ഫേസിങ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എൻലാർജ് ചെയ്യുകയല്ല ഓർ ഒന്നും ചെയ്യുകയല്ല, അതിന്റെ ഇറഗുലാരിറ്റീസ് ഒന്ന് മാറ്റിയിട്ട് കറക്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്തൊന്ന് സ്ക്വയർ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇതാണ് സ്പോട്ട് ഫേസർ ടൂളാണ്. സ്പോട്ട് ഫേസർ ആണ് അല്ലെങ്കിൽ കൗണ്ടർ ബോർ ടൂൾ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ അതാണ് സ്പോട്ട് ഫേസിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സുഹേലിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കൗണ്ടർ സങ്ക് കോൺ ആംഗിൾ. സാധാരണ രീതിയിൽ നമ്മൾ ജനറൽ പർപ്പസ് കൗണ്ടർ സങ്ക് എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നെയാണ്. കൗണ്ടർ സങ്കിന്റെ 90 ഡിഗ്രി ആണ് ജനറൽ പർപ്പസ് പറയുന്നത്. പക്ഷേ നമുക്ക് 80, 90, 120 ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് കിട്ടാം. നമുക്ക് കൗണ്ടർ സങ്ക് ടൂള് ഈ 3 ആംഗിളിലും കിട്ടാം. ജനറൽ പർപ്പസ് എപ്പോഴും ചെയ്യുന്നത് മോസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ 90 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, ഷീറ്റ് മെറ്റലിന്റെ ക്ലാസ്സിൽ അഖിൽ സാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90 ഡിഗ്രി തന്നെയാണ് നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ 80, 90, 120 അങ്ങനെ 3 ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാധാരണ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോ ഉണ്ടെന്നുണ്ടെങ്കിലും 90 കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 90 ആൻസർ ചെയ്തോളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാപ്പിംഗ്. ടാപ്പിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും.
അരുണിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹോൾ സോക്കട്ടർ സെയിം അല്ലേ സ്പോട്ട് ഫേസർ? ഹോൾ സോക്കട്ടർ എന്ന് പറഞ്ഞൊരു ടൂളിനെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് ഐഡിയ ഞാൻ കേട്ടിട്ടില്ല. എനിവേ ഞാൻ ചെക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഹോൾ സോക്കട്ടർ, ഓക്കെ. ഫ്ലൈ കട്ടർ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ബട്ട് ഫ്ലൈ കട്ടർ ഇതല്ല കേട്ടോ. ഫ്ലൈ കട്ടർ സ്പോട്ട് ഫേസിംഗ് ടൂൾ അല്ല, അത് മില്ലിംഗിൽ വരുന്ന ഒരു ടൂളാണ്. മില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫ്ലൈ കട്ടർ എന്ന് പറയുന്നത്. സ്പോട്ട് ഫേസർ അല്ലെങ്കിൽ കൗണ്ടർ ബോർ ടൂൾ തന്നെയാണ് സ്പോട്ട് ഫേസിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഈ ഹോൾസോ കട്ടർ ഞാൻ കണ്ടിട്ടില്ല. ലെറ്റ് മീ ചെക്ക്, ഞാൻ പറയാം. ഓക്കെ, ടാപ്പിംഗ് എന്തായിരുന്നു? ഇന്റേണൽ ത്രെഡ്സ് ഇന്റേണൽ ത്രെഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ടാപ്പിംഗ്. ടാപ്പിങ്ങിനെ കുറിച്ച് വേറെ അതിനെ കുറിച്ച് വേറെ ടാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ പഠിക്കാനായിട്ട്. 3 ടാപ്പാണ് ഉള്ളത്. സോ അത് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, റാമിന്റെ ഒരു ക്വസ്റ്റ്യൻ, 3 ടാപ്പിന്റെയും എൻഡ് ആംഗിൾ എത്രയാണ്? ഫൈൻ. സോ എൻഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഓരോന്നിനും ആ ഒരു ഡിഗ്രി ആണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ആഡ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ഈ സിലബസിൽ AMBA സിലബസിനകത്ത് ടാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ടോപ്പിക് ഇല്ല. ഞാൻ ഈ ഡ്രില്ലിങ്ങിന്റെ പ്രോസസ് എടുത്ത് പോയപ്പോൾ അതിന്റെ വരുന്ന ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ ആണ് ടാപ്പിംഗ്. അതുകൊണ്ട് മാത്രമാണ് ടാപ്പിംഗ് ഇത്രയും പറഞ്ഞ് നിർത്തിയത്, അല്ലെങ്കിൽ കൂടുതൽ എടുത്തേനെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ അതിന്റെ ആഡ് ചെയ്യാം. 3 ടൈപ്പ് ടാപ്പ് ഉണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ടാപ്പ്, ദെൻ പ്ലഗ്, ബോട്ടമിംഗ് എന്ന് പറഞ്ഞ 3 നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന്റെ ആംഗിൾ അങ്ങനെയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അത് സാധാരണ ഇതൊരു നമുക്കിപ്പോ ഇതിനകത്ത് ഈ സിലബസിൽ വരുന്നതല്ല, അതുകൊണ്ടാണ് ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല ആഡ് ചെയ്യാത്തത്, നമുക്ക് ഇതിന് ടാപ്പിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് ട്രീ പാനിങ് ആണ്. ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് ലാർജ് ഹോൾ. അതായത് ട്രീ പാനിങ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ഷീറ്റ് മെറ്റലുകളിൽ ചെയ്യുന്ന ഒരു വലിയ തിക്കർ സെക്ഷനിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അല്ല ട്രീ പാനിങ്. അറിയാവുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ സാധാരണ ഇതിൽ തിക്നെസ് കുറവുള്ള ഒരു വലിയൊരു ഷീറ്റ് മെറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഷീറ്റ് മെറ്റലിൽ നമുക്ക് വലിയൊരു ഹോള് കട്ട് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുക. സോ കട്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണ ഇതിൽ ട്രിപ്പ് പാനിങ് ടൂൾ ചെയ്യുന്നത് ഇതിനകത്തൊരു സെന്റർ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഈ സർക്കംഫറൻസിൽ കൂടെ മാത്രം കട്ട് ചെയ്തെടുക്കും. ബട്ട് അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഞാൻ സൈഡ് വ്യൂ വരയ്ക്കുകയാണ്, ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രീ പാനിങ് ടൂളിന്റെ സാധാരണ ഇതിൽ അങ്ങനെ ചെയ്യാറുള്ളൂ. ട്രീ പാനിങ് ഇപ്പൊ മോഡേൺ മെഷീൻസ് ഒക്കെ ഉണ്ട്, അത് കുറച്ചും കൂടെ തിക്കർ മെറ്റീരിയൽസ് കട്ട് ചെയ്യാം. സാധാരണ ഇതിൽ ചെയ്യുന്നത് ഈ സർക്കംഫറൻസിൽ ലാർജ് ഹോൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രീ പാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ടൂൾ കട്ട് ചെയ്യുന്നത് സർക്കംഫറൻസ് ആയിരിക്കും. അപ്പൊ നമ്മള് സാധാരണ ഡ്രില്ലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഡ്രില്ലിന്റെ ഈ ഹോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മൊത്തം ഈ ഒരു പോർഷനിൽ ഡ്രില്ല് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, അത്രയും മെറ്റീരിയൽ പുഷ് ചെയ്ത് കളയുന്നുണ്ട് ഡ്രില്ല്. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചിപ്സ് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. ബിക്കോസ് ഇതിന്റെ സർക്കംഫറൻസിൽ കൂടെയാണ് കട്ട് ചെയ്ത് പോരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ സർക്കംഫറൻസിൽ കൂടെ കട്ട് ചെയ്ത് പോരുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ കുറച്ച് ചിപ്പും വളരെ വലിയ ഹോളും മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നത്. സോ ഓർത്ത് വെക്കുക, ലാർജ് ഹോൾ producing by removing material along the circumference of a hollow cutting tool. ഈ ഹോളോ കട്ടിംഗ് ടൂളും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനകത്ത് കട്ടിംഗ് ടൂളിന്റെ ഒരു നിങ്ങൾ അതിന്റെ ഒരു ടോപ്പിക് കൂടെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എനിവേ അത് ഹോളോ കട്ടിംഗ് ടൂൾ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ എനി ക്വസ്റ്റ്യൻസ്? ടാപ്പിംഗ് മെറ്റീരിയൽ. സോ നെക്സ്റ്റ്, ഓക്കെ ഫൈൻ. സോ ടൈം എന്തായി നമ്മളുടെ 9:44 ആയുള്ളൂ. സോ ഞാൻ കുറച്ചൊരു 2-3 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മെമ്മറി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ഡ്രിൽസ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഡ്രില്ലിംഗ് പ്ലാസ്റ്റിക്സ് ആൻഡ് വുഡ്സ്? പ്ലാസ്റ്റിക്കും വുഡ്സും ഡ്രില്ല് ചെയ്യാൻ പറ്റിയ മോസ്റ്റ് സ്യൂട്ടബിൾ ഡ്രില്ല് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ റിപ്ലൈ തന്നാൽ മതി. സോ അനന്തുവിന്റെ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. സോ റിനിലെ ഓപ്ഷൻ എ. സോ ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾ മൊബൈലിൽ യൂസ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ സൂമിൽ ചാറ്റിൽ എടുത്തിട്ട് റിപ്ലൈ അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തുന്ന പോലെ അല്ലല്ലോ. ഫൈൻ. ഞാനപ്പോ ബാക്കിയുള്ളവർക്ക് ഒരു ആൻസർ മനസ്സിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിട്ട് പോവുകയാണ്. സോ ഓപ്ഷൻ എ ആണ്, ഫ്ലാറ്റ് ഡ്രിൽ ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ടോപ്പിക് എടുക്കാം, പിന്നീട് എടുക്കാം. സോ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of drills are most suitable for drilling brass and softer materials?
Okay, option spade drill, straight fluted drill, stub series twist drill, center drill. So, നിങ്ങളുടെ ആൻസർ ഷൂട്ട് ചെയ്യുക. Okay. Okay, കിട്ടാനുള്ള ആൻസർ ലിപിൻ, അനന്തു, റാം എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി തന്നെയാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ, സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ആണ്. So next question, how many number of flutes are there in a straight fluted drill? ഒരു സ്ട്രേറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ലിൽ എത്ര ഫ്ലൂട്ട്സ് ഉണ്ടാവും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 2, 1 നിങ്ങൾ ആ ABCD അല്ലാണ്ട് ആൻസർ ചെയ്താൽ കുഴപ്പമില്ല, മേ ബി അതായിരിക്കും സുഖം. എനിവേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 എണ്ണേ ഉണ്ടാവുള്ളൂ. Next question, how many types of parallel shank twist drills are there? Parallel shank twist drills, എത്ര ടൈപ്പ് parallel shank twist drills ഉണ്ടാവും? ഓക്കെ, റാമർ റിനില് ഒക്കെ റിപ്ലൈ അയക്കുന്നുണ്ട്, ഫൈൻ, ബട്ട് ആരും കറക്റ്റ് ആൻസർ അയച്ചില്ല എന്ന് തോന്നുന്നു. ഓപ്ഷൻ എ 3 ടൈപ്പ് ട്വിസ്റ്റ് ഡ്രിൽസ്, പാരലൽ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രിൽസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോർ ഡ്രിൽസ് ആർ യൂസ്ഡ് ഫോർ, എന്തിനാണ് കോർ ഡ്രിൽസ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, drilling deep holes, drilling holes on thicker materials, enlarging punched or drilled holes, drilling hole on round bars. Okay, core drills. ആ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് എല്ലാം തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. PSC ഇത്രയ്ക്ക് ടഫ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരുമെന്ന് എനിക്കറിയില്ല. ഈ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. ബിക്കോസ് ടഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഇതുവരെ കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കറക്റ്റ് തിയറി അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത്. സോ നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിച്ചു പോയിട്ടുണ്ടാവണം. വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ്. സോ ഓപ്ഷൻ സി, എൻലാർജിങ് പഞ്ച്ഡ് ഓർ ഡ്രിൽഡ് ഹോൾസ്, ഇതാണ് കറക്റ്റ് ആൻസർ, കോർ ഡ്രിൽസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ ഇതിട്ട് പോവാം, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും നോക്കാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഡ്രിൽസ്, കോമൺലി യൂസ്ഡ് ടൈപ്സ് ഓഫ് ഡ്രിൽസ് ആണ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പേഡ്. ഫ്ലാറ്റ് ഡ്രില്ലിന് തന്നെയാണ് സ്പേഡ് ഡ്രിൽ എന്ന് പറയുന്നത്. സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ല്, ടൂലിപ്പ് ട്വിസ്റ്റ് ഡ്രിൽ അല്ലെങ്കിൽ യൂഷ്വലി ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറയാം. ട്വിസ്റ്റ് ഡ്രിൽ തന്നെ നമുക്ക് പാരലൽ ഷാങ്കും ഉണ്ട്. പാരലൽ ഷാങ്ക് 3 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജോബർ, ദെൻ സ്റ്റബ് സീരീസ്, ലോങ് സീരീസ്, ദെൻ ടേപ്പർ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രിൽ ഉണ്ട്. ഇത് കൂടാണ്ട് ടേപ്പർ ഷാങ്ക് കോർ ഡ്രിൽ അല്ലെങ്കിൽ കോർ ഡ്രിൽ എന്ന് പറയാം, ഓയിൽ ട്യൂബ് ഡ്രില്ല്, സെന്റർ ഡ്രില്ല്, ഇത്ര ടൈപ്സ് ഓഫ് ഡ്രിൽസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓർ സ്പേഡ് ഡ്രില്ലാണ്. ഓക്കെ, ഫ്ലാറ്റ് ഓർ സ്പേഡ് ഡ്രില്ല്. സോ ഫ്ലാറ്റ് ഓർ സ്പേഡ് ഡ്രില്ലിന്റെ പ്രത്യേകത എന്താണ്? ഇത് യൂഷ്വലി നമ്മൾ ഒരു റൗണ്ട് സെക്ഷൻ, നമുക്കിപ്പോ ഒരു റൗണ്ട് സാധാരണ ഡ്രിൽ അങ്ങനെയാണല്ലോ ഇരിക്കുക, ഒരു റൗണ്ട് ആയിട്ടാണല്ലോ ഇരിക്കുക. സോ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു എൻഡില് ഇതിനെ നമ്മൾ ഫോർജ് ചെയ്തിട്ട് ഗ്രൗണ്ട് ചെയ്തെടുക്കും. സോ ഇവിടം വരെ ഇത് റൗണ്ടും പിന്നീട് ഇതൊരു ചിസൽ ഷേപ്പിലായിരിക്കും ഇരിക്കുക, ഒരു ചിസൽ ഷേപ്പിലായിരിക്കും ഇത് ഇരിക്കുക. സോ ഈ ഇത്രയും ഒരു പോർഷൻ ആക്ച്വലി നമ്മൾ ഫോർജ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. സോ ഇതാണ് വുഡിലും പ്ലാസ്റ്റിക്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോൾസ് ഇൻ വുഡ്സ് ആൻഡ് പ്ലാസ്റ്റിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രില്ലാണ് ഫ്ലാറ്റ് ഓർ സ്പേഡ് ഡ്രില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സാധാരണ ഇത് ഞാൻ പറയുന്നത് ഒരു റൗണ്ട് ടൂൾ സ്റ്റീലിനെ ഫോർജ് ചെയ്തിട്ട് അതിനെ ഗ്രൗണ്ട് ഷേപ്പ് ചെയ്ത് എക്സാക്ട്ലി ഗ്രൗണ്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക, 2 കട്ടിംഗ് എഡ്ജ് ഉണ്ടാവും. സോ ഈ പറയുന്നതാണ് 2 കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. സോ 2 കട്ടിംഗ് എഡ്ജും കട്ടിംഗ് ആംഗിൾ 90 to 120 ഡിഗ്രി ആണ് സാധാരണഗതിയിൽ ഇതിനകത്ത് വരിക. 90 to 120 ഡിഗ്രി ആണ് കട്ടിംഗ് ആംഗിൾ വരിക. 2 കട്ടിംഗ് എഡ്ജ് ഉണ്ടാവും. ഈ പറയുന്നതാണ് 2 കട്ടിംഗ് എഡ്ജ്. ഓക്കെ, സോ ഇതിനകത്ത് ഫ്ലൂട്ട്സോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ഇല്ല, ലാൻഡ് മാർജിൻ അങ്ങനത്തെ ടൈംസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. പിന്നെ നമ്മൾ ഒരു റൗണ്ട് ബാറിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോർജ് ചെയ്തിട്ട് മാറ്റിയെടുക്കുക ചെയ്യുന്നത് വുഡിലും പ്ലാസ്റ്റിക്കിലും. അതാണ് ക്വസ്റ്റ്യൻ, ചോദിക്കാൻ ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്, അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. 90 to 120 ഡിഗ്രി ആണ് ഇതിന്റെ കട്ടിംഗ് ആംഗിൾ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ റിലീഫ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, 3 to 8 ഡിഗ്രി ആണ്. അത് എല്ലാം പഠിക്കുന്നവർ വേണമെങ്കിൽ മാത്രം ഓർത്ത് വെച്ചാൽ അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, കാരണം ഫ്ലാറ്റ് ഡ്രില്ലിന്റെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല ഇത്. ദിസ് വൺ ഈസ് റിലീഫ് ആംഗിൾ ആണ്.
റിലീഫ് ആംഗിൾ ആണ്. ഓക്കെ, സോ അത് വലിയ കാര്യമൊന്നുമില്ല. സോ അത് ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ, സോ നമ്മുടെ ഫ്ലാറ്റ് ഡ്രില്ല് കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്ട്രേറ്റ് ഫ്ലൂഡ് ഡ്രിൽ ആണ്. സോ സ്ട്രേറ്റ് ഫ്ലൂഡ് ഡ്രില്ലിൽ നിന്നും ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MCQയിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോ എത്ര സ്ട്രേറ്റ് ഫ്ലൂട്ട്സ് ഉണ്ടെന്നായിരുന്നു. 2 ഫ്ലൂട്ട്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാവുന്ന പോലെ തന്നെ ഇവിടെ ഒരു ഫ്ലൂട്ടും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ഫ്ലൂട്ടും ആണുള്ളത്. സ്ട്രേറ്റ് ഫ്ലൂട്ട് ഡ്രില്ലാണ്. സോ യൂസിങ് ബ്രാസ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽസ്, സോഫ്റ്റർ മെറ്റീരിയൽസ്, കോപ്പർ ഉണ്ട് അല്ലെങ്കിൽ അതുപോലത്തെ സോഫ്റ്റർ മെറ്റീരിയൽസിലാണ് നമ്മൾ സാധാരണ ഇതിൽ ഇത് ഡ്രില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലിൽ യൂസ് ചെയ്യുന്ന ഡ്രില്ലും ഇതാണ്. സോ ഈ ഫ്ലാറ്റ് ഡ്രില്ലിന്റെയും സ്ട്രേറ്റ് ഫ്ലൂട്ട് ഡ്രില്ലിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത് ചിപ്പ് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരില്ല. സോ നമുക്കറിയാം, നിങ്ങൾ വീട്ടിൽ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കോൺക്രീറ്റിൽ ഡ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൊടി ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. സോ അത് ഫ്ലൂട്ടിന്റെ പ്രത്യേകതയാണ്, ഹെലിക്കൽ ഗ്രൂവ്സിന്റെ പ്രത്യേകതയാണ്. പക്ഷേ സ്ട്രേറ്റ് ഫ്ലൂട്ട് ഡ്രില്ലിലോ അല്ലെങ്കിൽ നമ്മളുടെ ആദ്യം പറഞ്ഞ ഫ്ലാറ്റ് ഡ്രില്ലിലോ അത് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു തിക്കർ സെക്ഷൻ ഇട്ടൊന്നും ഒരിക്കലും പോവില്ല. ഇത് സ്ട്രേറ്റ് ഫ്ലൂട്ട് ഓർത്ത് വെക്കുക, സോഫ്റ്റർ മെറ്റീരിയൽസ്, നോൺ ഫെറസ് മെറ്റീരിയൽസ്, കോപ്പർ, ബ്രാസ് തുടങ്ങിയ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഡസ് നോട്ട് ടെൻഡ് ടു ലിഫ്റ്റ് ദ ഷീറ്റ്. നമ്മൾ ഒരു ഷീറ്റ് ഇട്ട് ഡ്രിൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഷീറ്റ് ഇത് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. ബട്ട് നമ്മളുടെ ട്വിസ്റ്റ് ഡ്രിൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റൊട്ടേറ്റിംഗ് ഇത് ഉള്ളത് കൊണ്ട്, സ്പെലിക്കൽ ഗ്രോ ഉള്ളത് കൊണ്ട് തന്നെ ഷീറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ട്വിസ്റ്റ് ഡ്രില്ലിന് ഉണ്ടാവും. സോ ഇവിടെ സ്ട്രേറ്റ് ഫ്ലൂട്ട് ഡ്രില്ലിന് ആ ടെൻഡൻസി ഉണ്ടാവില്ല. 2 സ്ട്രേറ്റ് ഫ്ലൂട്ട്സ് ആണ് ഉള്ളത്. ഓർത്ത് വയ്ക്കുക, 2 സ്ട്രേറ്റ് ഫ്ലൂട്ട്സ് ആണ് ഉള്ളത്. സോ നെക്സ്റ്റ് വൺ ട്വിസ്റ്റ് ഡ്രിൽസ് ആണ്. സോ ട്വിസ്റ്റ് ഡ്രിൽസ് എന്ന് പറയുന്നത് എന്താണ്? 2 ഹെലിക്കൽ ഗ്രൂവ് ഉണ്ടാവും. 2 കട്ടിംഗ് എഡ്ജസ് ആണ്, 2 ഹെലിക്കൽ ഗ്രൂവ്സ് ആണ്. സോ ഓർത്ത് വെക്കുക, ഇതൊരു എൻഡ് കട്ടിംഗ് ടൂൾ ആണ്. ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറയുന്നത് ഒരു എൻഡ് കട്ടിംഗ് ടൂൾ ആണ്. യൂഷ്വലി ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. നമ്മളുടെ 1841 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡ് സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാർബൈഡ് ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് വന്നിട്ട് സിമെന്റഡ് കാർബൈഡ് ടൂൾസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡ്രിൽ ചെയ്യാനാണ്. പോയിന്റ് ആംഗിൾ 118, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും അത്. പോയിന്റ് ആംഗിൾ 118. നമുക്ക് നോമൻ ക്ലേച്ചറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എടുത്തു പോകണം. ഇന്ന് എടുക്കുന്നില്ല, ബട്ട് അന്നേരം വീണ്ടും പറയാം. സോ ഡ്രിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. 1 ഈസ് പാരലൽ ഷാങ്ക്, 1 ഈസ് ടേപ്പർ ഷാങ്ക്. ഷാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഡ്രിൽ ചക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഡ്രില്ലിന്റെ എൻഡിൽ വരുന്ന ആ പോർഷനാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് സ്ട്രേറ്റ് ഷാങ്ക് ആണ്. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളുടെ ടേപ്പർ ഷാങ്കും ഉണ്ടാവും, സ്ട്രേറ്റ് ഷാങ്ക് ഉണ്ട്, പാരലൽ ഷാങ്ക് ഉണ്ടാവും. സോ ഈ പാരലൽ ഷാങ്ക് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. സോ ഡ്രില്ലിന്റെ മെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഷാങ്ക്, ബോഡി എന്നും പറഞ്ഞിട്ട് 2 പാർട്സ് ആയിരിക്കും ഉള്ളത്. ഷാങ്കിന്റെയും ബോഡിക്കിടയിൽ വളരെ ചെറിയൊരു പോർഷനാണ് നെക്ക് എന്ന് പറയുന്നത്. ദെൻ ഹെലിക്കൽ ഗ്രൂവ്സിനെയാണ് നമ്മൾ ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ് അതാ കട്ടിംഗ് എഡ്ജ് വരുന്നതിനൊക്കെയാണ് ലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് നോമൻ ക്ലേച്ചർ പിന്നെ എടുക്കാം. സോ പാരലൽ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രില്ലുകൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീനിലുള്ളത് പാരലൽ ഷാങ്ക് ആണ്. ബിക്കോസ് നമ്മൾ നേരെ ഡയറക്ട്ലി ഡ്രിൽ ചക്കിയിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡ്രിൽ ചക്കി വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഡയറക്ട്ലി ഡ്രിൽ ചക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് സ്ട്രേറ്റ് ഷാങ്ക് ആയിരിക്കും. ഓക്കെ, സോ ടേപ്പേർഡ് ഷാങ്ക് അങ്ങനെയല്ല, ഡ്രിൽ ചക്ക് വേണ്ട, നമ്മൾ ഡയറക്ട്ലി സ്പിൻഡിലേറ്റാണ് വെക്കുന്നത്. സോ പാരലൽ ഷാങ്ക് ഡ്രിഫ്റ്റിന്റെ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസ്, ഇതായിരുന്നു എന്റെ വേറൊരു ക്വസ്റ്റ്യൻ, 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് സീരീസ്, സ്റ്റബ് സീരീസ്, ലോങ് സീരീസ്. ഇതിന് വരാൻ ചാൻസ് ഉള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. അതെന്താന്ന് പറയാം. ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന പാരലൽ ഷാങ്ക് ആണ് ഷോർട്ട് സീരീസ് അല്ലെങ്കിൽ ജോബേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് സാധാരണ ഇതിൽ ഒരു മീഡിയം ലെങ്ത് ഉള്ളതാണ് സാധാരണ ഇതിൽ. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ ഷാങ്കിന്റെ ഡയമീറ്ററും ഇവിടുത്തെ ഡയമീറ്ററും ഈ എൻഡിലെ ഡയമീറ്ററും 2 സെയിം ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും. ഇതിന് ആകെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരൊറ്റ പോയിന്റ്, ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന പാരലൽ ഷാങ്ക് ഡ്രില്ലാണ് ജോബേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് സീരീസ്. ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് എടുത്തെടുത്ത് പറയുകയാണ്. 3 ഉള്ളത്. 3 ആദ്യം വരുന്നത് ജോബർ അല്ലെങ്കിൽ ഷോർട്ട് സീരീസ്, ജനറൽ പർപ്പസ്. രണ്ടാമത്തേത് സ്റ്റബ് സീരീസ് ആണ്. ഓക്കെ, രണ്ടാമത് സ്റ്റബ് സീരീസ് ആണ്. സ്റ്റബ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറവാണ്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഫ്ലൂട്ടഡ് ലെങ്ത് വളരെ കുറവാണ്. ഫ്ലൂട്ട് വരുന്നേക്കുന്ന ലെങ്ത് അല്ലെങ്കിൽ ഗ്രൂവ് വന്നേക്കുന്ന ലെങ്ത് വളരെ കുറവാണ്. സോ ഷോർട്ടൺ ചെയ്തിരിക്കുന്ന ഫ്ലൂട്ട് ലെങ്ത്തിലാണ്. കമ്പയർഡ് ടു നമ്മളുടെ ഷോർട്ട് സീരീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റബ് സീരീസ് അതിന്റെ ലെങ്ത് കുറച്ചിരിക്കുന്നത് ആ ഫ്ലൂട്ട് വരുന്ന ഏരിയയിലാണ് കുറച്ചിരിക്കുന്നത്. ഓക്കെ, ഷാങ്കിന്റെ ലെങ്ത്തിലല്ല.
ദെൻ നമ്മുടെ ലോങ് സീരീസ് ആണ്. ലോങ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടേപ്പർ ഷാങ്ക് ഡ്രില്ലിന്റെ സെയിം ഡയമീറ്റർ ഉള്ള ടേപ്പർ ഷാങ്ക് ഡ്രില്ലിന്റെ അത്രയും തന്നെ ലെങ്ത് ഇതിന് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഡയമീറ്ററും ഈ ഷാങ്കിന്റെ ഡയമീറ്റർ ഇവിടുത്തെ ഡയമീറ്റർ അതിൽ നിന്ന് വരാനുള്ള ക്വസ്റ്റൻ ഒന്നും ഞാൻ കാണുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ കാണുന്നില്ല. ബട്ട് നമുക്കൊരു നോമൻക്ലേച്ചർ, അതായത് ഒരു ഡ്രില്ലിന്റെ സ്പെസിഫിക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് PSC തന്നെ. ഒരു സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് തരും, ഒരു ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത് 8S500 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നിന്ന് അത് ഏത് ടൈപ്പ് ഡ്രില്ലാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് 3 പറഞ്ഞത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ പിന്നെ വരുന്നത് ടേപ്പർ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രില്ലാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷാങ്ക് ടേപ്പേഡ് ആണ്. സോ ഇവിടുത്തെ ഷാങ്ക് എന്ന് പറയുന്നത് ടേപ്പേഡ് ആണ്. യൂഷ്വലി മോൾസ് ടേപ്പർ ആണ് യൂസ് ചെയ്യുന്നത്, മോൾസ് ടേപ്പർ. സോ നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും, ഇന്റേണൽ ടേപ്പർ ഓഫ് ദ ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡില്, ഡ്രില്ലിംഗ് മെഷീന്റെ സ്പിൻഡിലിട്ട് നേരെ കൊടുക്കും, നേരെ ഫിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ഡെഡ് സെന്റർ ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ ടെയിൽ സ്റ്റോക്കിന്റെ സ്പിൻഡിലിട്ട് ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഫിക്സ് ചെയ്യുന്നതാണ് ടേപ്പർ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രില്ല്. ഡ്രിൽ ചെക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, എത്ര ടൈപ്പ് മോൾസ് ടേപ്പർ ഉണ്ട്? മോൾസ് ടേപ്പർ എത്ര ടൈപ്പ് ഉണ്ട്? മോൾസ് ടേപ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ പറയുക. മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അനന്തുവിന്റെ ആൻസർ വന്നിട്ടുണ്ട് 5. ഓക്കെ, 5. റിനിലും 5 ആണ്. ഓക്കെ, എല്ലാവരും 5 ആണ്. എന്നാൽ ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ ആൻസർ തെറ്റാണ്. നമുക്ക് 6 ടൈപ്പ്, സോറി അല്ല മാറിപ്പോയി, 7 ടൈപ്പ് മോൾസ് ടേപ്പർ ഉണ്ട്. മോൾസ് ടേപ്പർ തുടങ്ങുന്നത് 0, 1, 2, 3, 4, 5 and 6. സോ ഇത് കണ്ടിട്ട് 6ൽ കൺഫ്യൂസ്ഡ് ആവരുത്. 7 ടൈപ്പ് മോൾസ് ടേപ്പർ ഉണ്ട്. ഹൗ മെനി ടൈപ്പ് ഓഫ് മോൾസ് ടേപ്പർ എന്ന് ചോദിച്ചാല് അപ്പൊ തന്നെ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? 7 ആയിരിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യനും എവിടെയോ കണ്ടിട്ടുണ്ട്. ഡ്രിൽ ബിറ്റിൽ, അതായത് ടേപ്പർ ഷാങ്ക് ട്വിസ്റ്റ് ഡ്രില്ലില് മോർ ദാൻ നമ്മൾ 6 mm യൂസ് ചെയ്യാറില്ല. അതായത് ഇതിട്ട് 6 ഫീറ്റ് വരാറില്ല. മോൾസ് ടേപ്പർ 6 ഫീറ്റ് ഒരിക്കലും വരാറില്ല. ബാക്കിയുള്ള 0 to 1, 2, 3, 4 എല്ലാം യൂസ് ചെയ്യുന്നതാണ്. അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തേക്കുക, മോൾസ് ടേപ്പറിന്റെ നമ്പർ ഓഫ് മോൾസ് ടേപ്പർ 7 ആണ്. അതുപോലെ തന്നെ നമ്മളുടെ മെട്രിക് ടേപ്പർ ആണെന്നുണ്ടെങ്കിലും 7 ആണ്. പക്ഷെ അത് തുടങ്ങുന്നത് 0, 1 ഒന്നും അല്ല. ഞാൻ കറക്റ്റ് ഫിഗർ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. തുടങ്ങുന്നത് ലൈക്ക് 80, 100 അങ്ങനെ എങ്ങോട്ടാണ് തുടങ്ങുന്നത്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനും ബൈ ഹാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് മെട്രിക് ടേപ്പറും 7 ഉണ്ട്, മോൾസ് ടേപ്പറും 7 ഉണ്ട്. അത് ഓർത്ത് വെക്കണം, മാറിപ്പോകരുത്. പുതിയ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യണം. ഓക്കെ, ടേപ്പർ ഷാങ്ക് കോർ ഡ്രില്ല് ഇപ്പൊ തീർക്കാം. ഇതും കൂടെ ഉള്ളൂ, ഒരു ഇതും കൂടെ ഉള്ളൂ. ടേപ്പർ ഷാങ്ക് കോർ ഡ്രില്ല്. ഞാൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടേപ്പർ ഷാങ്ക് കോർ ഡ്രില്ല്, കോർ ഡ്രില്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, കോർ ഡ്രില്ല് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന, കോർഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പഞ്ച് ചെയ്തിരിക്കുന്ന, ഡ്രിൽ ചെയ്തിരിക്കുന്ന ഒരു ഹോളിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർ ഡ്രില്ല് യൂസ് ചെയ്യുന്നത്. പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ നമ്മളിപ്പോ ബോറിങ്ങിന്റെ കേസൊക്കെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ബോർ ചെയ്യുന്ന പോലെ അത്ര വലിയ ഡയമീറ്ററോടും നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഇതിങ്ങനെ നമ്മളെ ബാക്കിയുള്ള ഡ്രില്ലിനകത്ത് എൻഡിങ്ങിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. കാരണം കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് എഡ്ജ് ആണ് പറയുന്നത് 2 എണ്ണം. ഇതിനകത്തില്ല, കോർ ഡ്രില്ലിനകത്തില്ല. കോർ ഡ്രില്ല് ഒരു റോസ് റീമർ, ഒരു റീമർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും കോർ ഡ്രില്ല് വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു ഹോള് ഉണ്ടാക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ഒരു ഹോള് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയിരിക്കുന്ന കോർ ചെയ്തിരിക്കുന്ന, കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റിംഗ് പറഞ്ഞ ഒരു കോർ വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കുന്ന ആ ഹോള് അല്ലെങ്കിൽ പഞ്ച്ഡ് അല്ലെങ്കിൽ ഡ്രിൽഡ് ഹോള് എൻലാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രില്ലാണ് കോർ ഡ്രില്ല്. ഇതിന് 3 to 4 ഫ്ലൂട്ട്സ് ഉണ്ടാവും. ഹെലിക്കൽ ഫ്ലൂട്ട്സ് എന്ന് പറയുന്നത് 3 to 4 ഹെലിക്കൽ ഫ്ലൂട്ട്സ് ഉണ്ടാവും. പുതിയ ഇൻഫർമേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം എവിടെയെങ്കിലും. കോർ ഡ്രില്ല് എന്തിനാണ്? പ്രീവിയസ്ലി കോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡ്രിൽ ചെയ്തിരിക്കുന്ന, പഞ്ച് ചെയ്തിരിക്കുന്ന ഹോളുകൾ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഓയിൽ ട്യൂബ് ഡ്രില്ല്. അപ്പൊ പേര് കേൾക്കുന്ന പോലെ തന്നെ ഓയിൽ ട്യൂബ് ഡ്രില്ലിന്റെ ഷാങ്ക് മുതൽ അതിന്റെ എൻഡ് പോയിന്റ് വരെ നമ്മൾ ചെറിയ ഹോൾസ് ഉണ്ടാവും. സോ ഈ ഹോൾസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ലൂബ്രിക്കേറ്റ് ചെയ്യാനാണ്. അതിന്റെ എൻഡ് പോയിന്റും ഇൻസൈഡും എല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്ത് ഹീറ്റ് ജനറേഷൻ, ഹീറ്റ് ക്യാരി അവേ ചെയ്യാനായിട്ടാണ് ആ ഹോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ ട്യൂബ് ഡ്രില്ല്. ഡീപ് ഹോൾ ഡ്രില്ലിംഗിൽ യൂസ് ചെയ്യുന്ന ഡ്രിൽസ് ഇതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ 2 ഇവിടെ ഹോൾ വന്നേക്കണ കാണാം. ഷാങ്കിന്ന് മുതലുള്ള ഹോളാണ്. ഓക്കെ, സോ ഡീപ് ഹോൾസ് ഡ്രിൽ ചെയ്യാനാണ്. അപ്പൊ ഡീപ് ഹോൾ ഡ്രില്ലിംഗ് മെഷീന്റെ എക്സാമ്പിൾ എവിടെയൊക്കെയാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് മറന്നു പോയില്ല എന്ന് വിചാരിക്കണം. ഓരോ ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഓരോ ക്ലാസ്സുകൾ വരുന്നത്.
സോ ഡീപ് ഹോൾ ഡ്രില്ലിംഗ് മെഷീൻ പെട്ടെന്ന് പറയുമോ, ഒരാൾ ആരെങ്കിലും പറഞ്ഞ ഡീപ് ഹോൾ ഡ്രില്ലിംഗ് മെഷീൻ എവിടെയായിരുന്നു യൂസ് ചെയ്യുന്നത്? ഓക്കെ, സോണറ്റിന്റെ ആൻസർ കറക്റ്റ് ആണ്, റൈഫിൾ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ്. അത് ഓർത്ത് വെക്കുക, റൈഫിൾ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഡീപ് ഹോൾ ഡ്രില്ലിംഗ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം കൂടെ ഉള്ളൂ സെൻട്രൽ ഡ്രില്ല്. നമ്മൾ നമ്മുടെ ലെയ്ത്തില് യൂസ് ചെയ്യുന്നത് ചക്കില്. അത് ഓർത്ത് വെക്കുക, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 2 ഫ്ലൂട്ട് ട്വിസ്റ്റ് ഡ്രില്ല് തന്നെയാണ്, സ്ട്രെയിറ്റ് ഷാങ്ക് ആണ്. നമ്മൾ ഡ്രിൽ ചക്കിട്ട് ഫിക്സ് ചെയ്തിട്ടാണ്, ഡ്രിൽ ചക്കാണ് ടെയിൽ ഷോക്കിൽ വെക്കണത്. സോ എന്തിനാ ചെയ്യുന്നത്? കൗണ്ടർ ബോർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ എൻഡ് ഓഫ് ദ ഷാഫ്റ്റ്. സോ അതിനാണ് നമ്മൾ സെൻട്രൽ ഡ്രില്ല് യൂസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. അപ്പോ പുതിയ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്യുക, മറന്നു പോകരുത്. ബിക്കോസ് ഞാൻ പറഞ്ഞു അതുപോലത്തെ PSC പുതിയ ക്വസ്റ്റ്യൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്ന ആള് പുതിയ ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇത്ര പെർസെന്റേജ് കൂടുതൽ വരാൻ പാടില്ല എന്നുണ്ട്. ഓക്കെ, സോ സുഹൈൽ എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, മോസ്റ്റ് ടേപ്പർ ആംഗിൾ നമുക്ക് 6 എണ്ണത്തിനും 6 ആംഗിളാണ് വരുന്നത്. എക്സാക്ട് ആംഗിൾ നിങ്ങളോട് ചോദിക്കില്ല. എക്സാക്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ഡിഗ്രി 17 മിനിറ്റ്സ് അങ്ങനെ ഓരോ 0 to 6 ഞാൻ പറഞ്ഞില്ലേ, ആ 7 എണ്ണത്തിനും ആംഗിൾ ഉണ്ട്. ബട്ട് ഇത്രയും വിചാരിച്ചാൽ മതി, 90ക്കും 20ക്കും ഇടയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഒരെണ്ണം 19 ഡിഗ്രി 17 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം 19 ഡിഗ്രി 18 മിനിറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ എക്സാക്ട് മോസ്റ്റ് ടേപ്പർ 5ന്റെ ആംഗിൾ ഒന്നും നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, സോ ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ എന്തായിരുന്നു, സ്പിൻഡിലിന്റെ ടേപ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലെയ്ത്ത് സ്പിൻഡിൽ ടേപ്പർ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടത് ഓർമ്മ, എത്ര ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ലെയ്ത്ത് സ്പിൻഡിൽ സ്ഥിരം PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വേറെ SSC ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെയ്ത്ത് സ്പിൻഡിലിന്റെ ടേപ്പർ. 1:2 എത്രയെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് എടുത്തു പോയപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കണ, മോസ്റ്റ് ടേപ്പർ ഓർത്ത് വെക്കണ എത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1:20 അറിയില്ലാത്തവർ എഴുതി വെച്ചോളാം. 1:20 ആണ് ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ ടേപ്പർ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെയ്ത്ത് സ്പിൻഡിൽ മോസ്റ്റ് ടേപ്പർ തന്നെയാണ്. സോ മാക്സിമം നമുക്ക് 90ക്കും 20ക്കും ഇടയിലുള്ള ഒരു വാല്യൂ നമുക്ക് മോസ്റ്റ് ടേപ്പറിൽ ചോദിക്കാൻ പറ്റുള്ളൂ. മോസ്റ്റ് ടേപ്പർ അല്ലാണ്ട് 10 ഡിഗ്രി 80 ഡിഗ്രി 90 ഡിഗ്രി ഒന്നും ഇല്ല. ഈ 19 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കാൻ പറഞ്ഞത് ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ ടേപ്പർ 1:20 ആണ്. ഓക്കെ, 1:20 ആണ് ലെയ്ത്തിന്റെ സ്പിൻഡിലിന്റെ ടേപ്പർ. സോ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ 10 മണി ആയില്ലേ? ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ മോക്ക് ടെസ്റ്റ്, പുതിയ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോസ്റ്റ് ടേപ്പർ മെട്രിക് ടേപ്പർ? മോസ്റ്റ് ടേപ്പർ എന്ന് പറയും രണ്ട് ഈ പറഞ്ഞ റിനിലിന്റെ ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കണ്ടു ഡിഫറൻസ് ബിറ്റ്വീൻ മോസ്റ്റ് ടേപ്പർ ആൻഡ് മെട്രിക് ടേപ്പർ? രണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ സെൽഫ് ലോക്കിംഗ് പേപ്പറുകൾ തന്നെയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ISA വെച്ച് യൂസ് ചെയ്യുന്നത് നമ്മൾ മോസ്റ്റ് പേപ്പർ ആണ്. ഇന്ത്യയിൽ ഉള്ള എല്ലാ മെഷീൻസിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മോസ്റ്റ് പേപ്പർ ആണ്. സോ ഇതിന്റെ ആംഗിളിൽ വ്യത്യാസമുണ്ട്. ഈ ടേപ്പർ ചെയ്തു വരുന്ന ആംഗിൾ ഇല്ലേ, നമ്മൾ ഞാൻ ടേപ്പർ ടേണിംഗ് മെത്തേഡ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആൽഫ വെച്ചിട്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നില്ല. അപ്പൊ ടേപ്പർ ആംഗിള് വ്യത്യാസം ഉണ്ടാവും, മോസ്റ്റ് പേപ്പറിലും വ്യത്യാസം ഉണ്ടാവും, മെട്രിക് പേപ്പറിലും വ്യത്യാസം ഉണ്ടാവും. സോ അതുകൊണ്ട് അതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് മോസ്റ്റ് പേപ്പർ ആണ്. മെട്രിക് പേപ്പർ ഞാൻ ഈ പറഞ്ഞ പോലെ അത് 1800 എന്നൊക്കെ പറഞ്ഞാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആംഗിൾ തമ്മിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് ആംഗിളിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് രണ്ടും രണ്ടായിട്ട് ഈ ബ്രിട്ടീഷുകാരാണ് മെട്രിക് പേപ്പർ യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞു. പിന്നെ ഒരു ജാർണോ ടേപ്പർ, ഷാർപ്പി ടേപ്പർ എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറച്ച് ടേപ്പറുകൾ ഉണ്ട്. ഒന്നും ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നില്ല. ജാർണോയും ഷാർപ്പിയൊക്കെ മില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഒക്കെ ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. നമ്മൾ മോസ്റ്റ് പേപ്പറിനെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ പറഞ്ഞ പോലെ എക്സാക്ട് ആംഗിൾ നമുക്ക് പറയാൻ പറ്റില്ല. 0 to 6 7 എണ്ണം ഉണ്ട്. അതിനകത്ത് 7 എണ്ണത്തിലും വേറെ വേറെ ആംഗിൾ ആണ്. 19 പോയിന്റ് മുതൽ 20 ഡിഗ്രി 90 ഡിഗ്രി ഇതിന്റെ ഇടയിൽ വരുന്നതാണ് ഈ പറഞ്ഞ ആംഗിളുകളെല്ലാം. സോ ഓർത്ത് വെക്കുക. ഫൈൻ. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ.